ഹലോ ഡിയേഴ്സ്. അപ്പം ഇന്ന് എടുക്കാൻ പോകുന്നത് സാമൂഹ്യശാസ്ത്രം 8th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം കേട്ടോ, സോഷ്യൽ സയൻസ് ഭാഗം 1 പാർട്ട് 1. അല്ലെ ഫസ്റ്റ് ചാപ്റ്റർ എന്താ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? ആദ്യകാല മനുഷ്യ ജീവിതം അല്ലെ. നമ്മളത് എന്താണ് 7ാം ക്ലാസ്സിലൊക്കെ ജസ്റ്റ് നോക്കിയിട്ടുണ്ട് അല്ലെ. ആദ്യകാല മനുഷ്യ ജീവിതം എന്താണ്? ആദ്യകാല മനുഷ്യ ജീവിതം എന്നാണ് അല്ലെ. വടക്ക് പടിഞ്ഞാറൻ ഫ്രാൻസിലെ ലാസ്കോ എന്ന പ്രദേശത്ത് 2 കുട്ടികൾ അവരുടെ വേട്ടപ്പട്ടിയുമായി മുയലുകളെ വേട്ടയാടാനിറങ്ങി അല്ലേ. എന്താണ് ഈ ലാസ്കോ എന്ന് പറഞ്ഞ പ്രദേശത്ത് എന്താക്കി 2 കുട്ടികൾ എന്താക്കി അവരുടെ വേട്ടപ്പട്ടിയുമായി എന്താക്കി മുയലുകളെ വേട്ടയാടാനിറങ്ങി അല്ലേ. 2 കുട്ടികൾ അല്ലെ. പൊന്തക്കാടുകളിലും മാളങ്ങളിലും മുയലുകളെ തെരഞ്ഞു നടക്കുന്നതിനിടയിൽ വേട്ടപ്പട്ടിയെ കാണാതായി. അങ്ങനെ എന്തായാലും ഈ മുയലുകളെ തെരഞ്ഞെടുക്കുന്ന ഇടയിൽ എന്തായി വേട്ടപ്പട്ടിയെ കാണാതായി അല്ലെ. പരിഭ്രാന്തരായി തങ്ങളുടെ പട്ടിയെ അന്വേഷിച്ച് നടന്ന അവർ ചെന്നെത്തിയത് വലിയൊരു ഗുഹക്കകത്തായിരുന്നു അല്ലെ. പേടിച്ചിട്ട് എന്താക്കി അവർ പട്ടിയെ അന്വേഷിച്ച് നടന്നില്ലേ. അവരെന്താക്കി ലാസ്റ്റ് ചെന്നെത്തിയ വലിയൊരു ഗുഹേന്റെ ഉള്ളിലായിരുന്നു. നൂറ്റാണ്ടുകളായി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരുന്ന ആ ഗുഹയിൽ കണ്ട കാഴ്ച അവരെ അത്ഭുതപ്പെടുത്തി. എന്താണ്, അവിടെ ആരും ഉപയോഗിക്കില്ലായിരുന്നു അല്ലെ, ആരും കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ അതിൽ എന്താണ് അവരുടെ ആ ഗുഹയിൽ കണ്ട കാഴ്ച എന്താണ് അവരെ അത്ഭുതപ്പെടുത്തി. ഗുഹാഭിത്തി നിറയെ വിവിധ വർണ്ണങ്ങളിൽ കുതിര, കാട്ടുപോത്ത്, കാള, മാൻ തുടങ്ങിയ മൃഗങ്ങളുടെ ചിത്രങ്ങളൊക്കെ ആയിരുന്നു ആ ഗുഹന്റെ ഭിത്തിയിൽ അല്ലെ, ആ ചുമരിലൊക്കെ ഉണ്ടായിരുന്നത്. അവ പ്രാചീന ശിലായുഗ മനുഷ്യർ ഗുഹാഭിത്തികളെ വരച്ച ചിത്രങ്ങളായിരുന്നു അല്ലെ. പ്രാചീന ശിലായുഗ മനുഷ്യരായിരുന്നു ഈ ഗുഹാഭിത്തികളെ വരച്ച ചിത്രങ്ങളായിരുന്നു അത്. ഇതുപോലുള്ള നിരവധി ഗുഹാചിത്രങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാണാവുന്നതാണ്. ഈ ചിത്രങ്ങൾ ആദ്യകാല മനുഷ്യ ജീവിതത്തെ കുറിച്ച് വിലയേറിയ വിവരങ്ങൾ നൽകുന്നു അല്ലെ. എന്താണ് അവര് ഈ ചിത്രങ്ങളൊക്കെ എന്താണ് ആദ്യകാല മനുഷ്യ ജീവിതത്തെ കുറിച്ച് എന്താണ് നമുക്ക് വിവരങ്ങളൊക്കെ നൽകുന്നുണ്ട് അല്ലെ. ഇതാണെന്ത് കാള അല്ലെ. ഇതാണ് ലാസ്കോ ഫ്രാൻസ് അവിടെയുള്ള ആ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ ആ കാളേന്റെ ചിത്രമാണ് ഇല്ലത്. ഇനി നോക്കൂ, പ്രാചീന ശിലായുഗം എന്താണ്? പാലിയോളിത്തിക് ഏജ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. പാലിയോളിത്തിക് ഏജ്, പ്രാചീന ശിലായുഗം എന്നൊക്കെ പഠിച്ചതാണ് അല്ലെ. അപ്പൊ നോക്കാം നമുക്ക് എന്താണ് പ്രാചീന ശിലായുഗം എന്നുള്ളത്. നോക്കൂ, ഇവിടെ എന്താ സംഘനൃത്തത്തിന്റെ ഫോട്ടോ ആണ് അല്ലെ. ഇതിലെഴുത് എവിടെ നിന്നാണ്? ബിംബെടുക്ക ഇന്ത്യയിലുള്ള ഒരു ചിത്രമാണ് ഇത് അല്ലെ. ഇത് വേട്ടയാട്, ഇതും ബിംബെടുക്ക ഇന്ത്യയിലുള്ള ചിത്രം തന്നെ അല്ലെ. പിന്നെ ഇത് കാട്ടുപന്നി അൾട്ടാമിറ സ്പെയിനിലുള്ള ചിത്രമാണ് വരുന്നത്. കാട്ടുപോത്ത് ഷേവ ഫ്രാൻസ് എന്ന് പറഞ്ഞ ആ സ്ഥലത്തുള്ള അവിടുന്ന് കിട്ടിയ ചിത്രമാണ് ഇതിലെ കാട്ടുപോത്തിന്റെ. ഓക്കെ, ഇവിടെ നോക്കൂ. ഇനി പാലിയോളിത്തിക് ഏജ്, പ്രാചീന ശിലായുഗം. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ഇവ ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ വരച്ച ഗുഹാചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങളിലെ ഇതൊക്കെ 10,000 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ഈ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ വരച്ച ഗുഹാചിത്രങ്ങളാണ് അല്ലെ. എന്തുകൊണ്ടായിരിക്കും ഇവ ഗുഹയ്ക്കുള്ളിൽ വരച്ചത്? എന്തുകൊണ്ടായിരിക്കും ഇത് ഗുഹയ്ക്കുള്ളിൽ വരച്ചിട്ടുണ്ടാകും? ഈ ഗുഹാചിത്രങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്യാം. മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് അവയിൽ അധികവും അല്ലെ. എന്താണ് ഈ ചിത്രങ്ങളിൽ എന്താണ് മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് അവയിൽ അധികവും. ഇവയിൽ നിന്നും പ്രാചീന മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട് അല്ലെ ഈ ചിത്രത്തിലൂടെ. പിന്നെ സംഘമായി വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെയും ഒരു വിവരമാണ് ഇതിൽ കാണിക്കുന്നത് അല്ലെ. പിന്നെ ഗുഹാചിത്രങ്ങളിൽ വിവിധ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഗുഹാചിത്രങ്ങളിൽ എന്താ വിവിധ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. സസ്യങ്ങളുടെ ചാറും ചെങ്കൽ പൊടിയും ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. എങ്ങനെ നിറം ഉണ്ടാക്കിയേ? ഈ സസ്യങ്ങൾ ഉണ്ടല്ലോ, പ്ലാന്റ്സിന്റെ ഒക്കെ ഇങ്ങനെ കുത്തിപ്പിഞ്ഞ് അതിന്റെ ചാറെടുക്കും അല്ലെ. അതുപോലെ ചെങ്കൽ പൊടിയും ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ചിത്രത്തിൽ കാണുന്ന കാട്ടുപോത്ത്, പന്നി എന്നിവയ്ക്ക് പുറമെ കുതിര, മാൻ, സിംഹം, പുള്ളിപ്പുലി, കരടി, കഴുതപ്പുലി തുടങ്ങിയവയുടെ ചിത്രങ്ങളും വിവിധ ഗുഹകളിൽ എന്താണ് കാണാൻ കഴിയും. അപ്പൊ എന്താണ് ഇപ്പൊ കാട്ടുപോത്തും പന്നിയും മാത്രമല്ല ഉള്ളത്. എന്താണ് കുതിര ഉണ്ട്, മാന്റെ ചിത്രമുണ്ട്, സിംഹം, പുള്ളിപ്പുലി, കരടി, കഴുതപ്പുലി തുടങ്ങിയവയുടെ ചിത്രങ്ങളൊക്കെ എന്താണ് വിവിധ ഗുഹകളിൽ കാണാൻ കഴിയും. ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കാതിരുന്ന ഗുഹകളിൽ ചില എന്താണ് ഗുഹകളിലൊന്നും എന്താണ് സൂര്യപ്രകാശം ലഭിക്കൂല അല്ലെ. അപ്പൊ ആ ഗുഹകളിൽ എന്താണ് ഈ വെളിച്ചം ഉണ്ടാവില്ല. അപ്പൊ എന്താണ് ഈ മൃഗത്തിന്റെ കൊഴുപ്പ് ഉപയോഗിച്ച് തീ കത്തിച്ചാണ് ഇത് വെളിച്ചം ലഭ്യമാക്കിയിരുന്നത് അന്ന്. വേട്ട നടത്തേണ്ട സ്ഥലം, വേട്ടയാടേണ്ട മൃഗം എന്നിവ ആസൂത്രണം ചെയ്തതിന്റെ തെളിവുകളാണ് വേട്ടയെ സംബന്ധിച്ച് ഗുഹാചിത്രങ്ങൾ. എന്താണ്
വേട്ട നടത്തേണ്ട സ്ഥലം എവിടെയാണെന്നും അതുപോലെ വേട്ടയാടേണ്ട ഇതിനെയൊക്കെ കുറിച്ചൊക്കെ ആസൂത്രണം ചെയ്തതിൻ്റെ തെളിവുകളാണെന്ത് ഈ വേട്ടയെ സംബന്ധിച്ചിട്ടുള്ള ഗുഹാചിത്രങ്ങളിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. ഗുഹകളുടെ മേൽഭിത്തിയിലും ചിത്രങ്ങൾ വരച്ചിരുന്നു. മേൽഭിത്തിയിലും ഉണ്ടായ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഇത് പ്രാചീന മനുഷ്യരുടെ വൈദഗ്ധ്യത്തിന്റെ തെളിവുകളാണ് അല്ലെ. ഇതെന്താണ്? പ്രാചീന മനുഷ്യരുടെ കഴിവുകളുടെ ഒരു തെളിവുകളാണ് അല്ലെ. ഗുഹാചിത്രങ്ങൾ പ്രാചീന മനുഷ്യ ജീവിതത്തെ കുറിച്ച് വിവരം തരുന്ന സ്രോതസ്സുകളാണ് സമർത്ഥിക്കുക. എന്താണ് ഈ ഗുഹാചിത്രങ്ങളൊക്കെ? പ്രാചീന മനുഷ്യ ജീവിതത്തെ കുറിച്ച് വിവരം തരുന്ന സ്രോതസ്സുകളാണ് അല്ലെ. അതിനെ കുറിച്ച് എന്താണ് സമർത്ഥിക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഇനി നോക്കൂ, വേവിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ, ചാരം, മൃഗങ്ങളുടെ എല്ലുകളും തലയോട്ടികളും, പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ എന്നിവ ഗുഹക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? വേവിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, പിന്നെ ചാരം കണ്ടെത്തിയിട്ടുണ്ട്, പിന്നെ മൃഗങ്ങളുടെ എല്ലുകളും തലയോട്ടികളും കിട്ടിയിട്ടുണ്ട്, അതുപോലെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയും ഒക്കെ എന്താണ് അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ഗുഹക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെ അടിസ്ഥാനത്തിൽ പ്രാചീന മനുഷ്യ ജീവിതത്തെ കുറിച്ച് മറ്റെന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്? അവര് വേവിച്ച ഭക്ഷണാവശിഷ്ടങ്ങളല്ലേ, അപ്പൊ എന്താണ്? ഭക്ഷണം വേവിച്ചിരുന്നു അല്ലെ. പിന്നെന്താണ്? അതിനാണ് തീ കത്തിച്ച അടയാളം വന്ന്, ചാരം വന്ന് അല്ലെ. പിന്നെ ഈ പഴങ്ങളും പച്ചക്കറികളും അവരൊന്ന് കഴിച്ചിരുന്നു അല്ലെ. അതുപോലെ മത്സ്യങ്ങളും ശുദ്ധജല മത്സ്യങ്ങളും എന്താണ് അവര് കഴിച്ചിരുന്നു. പിന്നെ അതിനെ കുറിച്ചൊക്കെ എന്താണ്, പിന്നെ എന്തൊക്കെ നിങ്ങൾക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾ അന്ന് നോക്കുക. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റുന്നത് എന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കെ, ദെൻ പ്രാചീന ശിലായുഗ മനുഷ്യർ കൂട്ടമായാണ് ഇര തേടിയിരുന്നത്. എന്താണ്? പ്രാചീന ശിലായുഗ മനുഷ്യർ കൂട്ടമായാണ് ഇര തേടിയിരുന്നത്. അവരിലെ കരുത്തൻ കൂട്ടത്തെ നയിച്ചു. അവരിലെ കരുത്തനാണ് ഈ കൂട്ടത്തെ നയിച്ചത് അല്ലെ. അതായത് ഒരു നേതാവ് ഉണ്ടാവും. ഇരതേടലിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇരതേടലിൽ സ്ത്രീയും പുരുഷനും എന്നുള്ള വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇരതേട ഇറങ്ങിയിരുന്നു. വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയും മാംസം അവർ ഭക്ഷിച്ചിരുന്നു. അവര് വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെയും അതുപോലെ ചത്ത് കിടക്കുന്ന മൃഗങ്ങളുടെയും ഒക്കെ മാംസം അവർ തിന്നിരുന്നു അല്ലെ. വേട്ടയാടാൻ ശിലായുധങ്ങളാണ് പ്രധാനമായി ഉപയോഗിച്ചിരുന്നത്. വേട്ടയാടാൻ അവർ ഉപയോഗിച്ചിരുന്നത് ശിലായുധങ്ങൾ അല്ലെ. അതായത് കല്ലിനോടുള്ള ആയുധങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലെ. ഇവയ്ക്ക് പുറമെ മൃഗങ്ങളുടെ എല്ല്, ആനക്കൊമ്പ്, തടിക്കഷ്ണങ്ങൾ എന്നിവയും അവർ ആയുധങ്ങളാക്കി. പിന്നെ ഇവർക്ക് ഇതിന് പുറമെ എന്താക്കി? അവർ മൃഗങ്ങളുടെ എല്ല് ഉണ്ടാവും അല്ലെ, അതുപോലെ ആനക്കൊമ്പ്, തടിക്കഷ്ണങ്ങൾ എന്നിവയും അവർ ആയുധങ്ങളാക്കി. മൃഗത്തോലും മരത്തോലും വസ്ത്രങ്ങളായി ഉപയോഗിച്ചു. അന്ന് ഡ്രസ്സൊന്നും ഇല്ലല്ലോ ഇടാറ്. അതുകൊണ്ട് മൃഗത്തോലും മരത്തിന്റെ തോലുകളും ഒക്കെയാണ് വസ്ത്രങ്ങളായി ഉപയോഗിച്ചത്. തോലുകൾ തുന്നാനുള്ള സൂചികളായി മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ച്. തോല് തുന്നാനുള്ള സൂചികളായി അവര് ഈ മൃഗങ്ങളുടെ എല്ലുകളാണ് ഉപയോഗിച്ചത്. പ്രാചീന ശിലായുധങ്ങളാണ് ഈ കാണുന്ന ചിത്രത്തിലുള്ള കേട്ടോ. ഇനി പ്രാചീന ശിലായുഗ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് ഗുഹകളിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? പ്രാചീന ശിലായുഗ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് ഗുഹകളിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ചുവടെ തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുക. അവർ ഈ ഗുഹകളിൽ നിന്ന് ലഭിച്ച ഉപകരണങ്ങൾ, വാസസ്ഥലം, സംഘജീവിതം, കലാവൈദഗ്ധ്യം, ആഹാരം, ഉപജീവന മാർഗം, ആസൂത്രണം, തീയുടെ ഉപയോഗം അല്ലെ. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുക. പ്രാചീന ശിലായുഗത്തെ വേട്ടയാടൽ യുഗം എന്ന് വിശേഷിപ്പിക്കാമോ? ഈ പ്രാചീന ശിലായുഗത്തെ വേട്ടയാടൽ യുഗം എന്ന് വിശേഷിപ്പിക്കാമോ? എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, സാങ്കേതിക വിദ്യയിൽ പ്രാചീന മനുഷ്യർ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ കൈവരിച്ചതിന് നിരവധി തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അല്ലെ. സാങ്കേതിക വിദ്യയിൽ പ്രാചീന മനുഷ്യർ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ കൈവരിച്ചതിന് നിരവധി തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഉപകരണങ്ങളുടെ നിർമ്മാണവും മെച്ചപ്പെടുത്തലും ഇത്തരം മുന്നേറ്റങ്ങൾക്ക് സഹായകമായി. അവയിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. സാങ്കേതിക വിദ്യയിൽ പ്രാചീന മനുഷ്യർ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ കൈവരിച്ചതിന് നിരവധി തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഉപകരണങ്ങളുടെ നിർമ്മാണവും മെച്ചപ്പെടുത്തലും ഇത്തരം മുന്നേറ്റങ്ങൾക്ക് സഹായകമായി അല്ലെ. അവയിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു. കണ്ടോ? പിന്നെ മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ചിത്രം വരച്ചില്ല. മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലൊക്കെ ചിത്രം വരച്ചു. പിന്നെ പ്രാചീന ശിലായുഗത്തിലുള്ളതാട്ടോ അതൊക്കെ. പിന്നെ കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി.
ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. മരനാര് കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി. എല്ലുകൊണ്ട് സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു. ഇതൊക്കെ എന്താണ് പ്രാചീന ശിലായുഗത്തിൽ ഉള്ള ഇതാണ് അല്ലെ. ഇപ്പൊ ഈ ആനക്കൊമ്പ് കൊണ്ടൊക്കെ എന്താണ് മാലയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. പിന്നെ കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. അതൊക്കെ പ്രാചീന ശിലായുഗത്തിലുള്ളതാണ് കേട്ടോ. ദെൻ എല്ലുകൊണ്ട് നിർമ്മിച്ച വാദ്യോപകരണമാണ് ഇത് ഈ ചിത്രത്തിൽ കാണുന്നത്. പ്രാചീന ശിലായുഗ മനുഷ്യർ പുരോഗതി കൈവരിച്ച മേഖലകൾ ചുവടെ നൽകുന്നു. അവയ്ക്ക് ഉദാഹരണങ്ങൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്താൻ. ഇതാണ് പ്രാചീന ശിലായുഗ മനുഷ്യർ പുരോഗതി കൈവരിച്ച മേഖലകൾ ചുവടെ നൽകുന്നത്. അവയ്ക്ക് ഉദാഹരണങ്ങൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തുക. ശില്പവിദ്യ, ചിത്രകല, കരകൗശല വിദ്യ. ഇതിന്റെ ഉദാഹരണങ്ങൾ മുകളിൽ തന്നിട്ട് അത് കണ്ടുപിടിക്കുക. അടുത്ത് നോക്കൂ. ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമാണ് മധ്യപ്രദേശിലെ ഭിംബേഡ്ക. എവിടെയാണ് ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമാണ് മധ്യപ്രദേശിലെ ഭിംബേഡ്ക എന്ന് പറഞ്ഞത് അല്ലെ. കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ, റോക്ക് ഷെൽട്ടർ ഇതിന്റെ സവിശേഷതയായിരുന്നു. ഇതാണ് കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങളാണ് ഇതൊക്കെ അല്ലെ. ഇതെന്താണ് ഭിംബേഡ്കയിലുള്ളത് അല്ലെ. ഇവിടെ മധ്യപ്രദേശിലുള്ള ഭിംബേഡ്കയിലുള്ളതാണ് ഇത്. കല്ലുകൊണ്ട് നിർമ്മിച്ച വീട് അല്ലെ, വാസസ്ഥലം. ഭിംബേഡ്ക കൂടാതെ പ്രാചീന ശിലായുഗ മനുഷ്യ ജീവിതത്തെ കുറിച്ച് തെളിവുകൾ ലഭിക്കുന്ന നിരവധി കേന്ദ്രങ്ങൾ ഇന്ത്യയിലുണ്ട്. ഭിംബേഡ്ക കൂടാതെ എന്താണ് ഈ പ്രാചീന ശിലായുഗ മനുഷ്യ ജീവിതത്തെ കുറിച്ച് തെളിവുകൾ ലഭിക്കുന്ന നിരവധി കേന്ദ്രങ്ങൾ എന്താണ് ഇന്ത്യയിലുണ്ട്. അപ്പൊ ഭിംബേഡ്ക കൂടാതെ പ്രാചീന ശിലായുഗ മനുഷ്യ ജീവിതത്തെ കുറിച്ച് തെളിവുകൾ ലഭിക്കുന്ന നിരവധി കേന്ദ്രങ്ങൾ എന്താണ് ഇന്ത്യയിലുണ്ട് അല്ലെ. ഭിംബേഡ്ക മാത്രമല്ല അല്ലെ, ഒരുപാട് സ്ഥലങ്ങൾ എന്താണ് തെളിവുകൾ ലഭിക്കുന്നത് എന്താണ് നിരവധി കേന്ദ്രങ്ങൾ ഇന്ത്യയിലുണ്ട്. പ്രാചീന ശിലായുഗ മനുഷ്യർ വസിച്ചിരുന്നതിനുള്ള തെളിവുകൾ ലഭിച്ച ചില കേന്ദ്രങ്ങളാണ് ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കേന്ദ്രങ്ങൾ ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളാണെന്ന് ഇന്റർനെറ്റിന്റെ മറ്റും സ്രോതസ്സുകളുടെ സഹായത്താൽ കണ്ടെത്തി എഴുതുക. പ്രാചീന ശിലായുഗ കേന്ദ്രം എന്താ? ഭിംബേഡ്ക. സംസ്ഥാനം മധ്യപ്രദേശ്. പിന്നെന്താ? നർമ്മദ താഴ്വര. ഇത് എവിടെയാന്നുള്ളത് കണ്ടുപിടിക്കുക. പിന്നെന്താണ് ഇത്? നാഗാർജുന കൊണ്ട. പിന്നെ ഹാൻസ്ഗി, കുർനൂൽ ഗുഹകൾ. ഇതൊക്കെ ഏത് സ്ഥലത്താണെന്നുള്ളത് കണ്ടുപിടിക്കുക കേട്ടോ. ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ നോക്കൂ, ഇതാണ് കേട്ടോ അത്. ഏതൊക്കെയാ? ഭിംബേഡ്ക, നർമ്മദ താഴ്വര, നാഗാർജുന കൊണ്ട, പിന്നെ ഹാൻസ്ഗി, കുർനൂൽ ഗുഹകൾ. ഓക്കെ. അടുത്തത് എന്താണ്? മെസോളിത്തിക് ഏജ് ആണ് അല്ലെ. എന്താ? മധ്യശിലായുഗം. മെസോളിത്തിക് ഏജ്. പാലിയോളിത്തിക് ഏജ് കഴിഞ്ഞപ്പോ ഇനി എന്താണ്? മധ്യശിലായുഗമാണ് അല്ലെ. മെസോളിത്തിക് ഏജ് ആണ്. ചിത്രത്തിലെ ഉപകരണങ്ങൾ ശ്രദ്ധിക്കൂ. കണ്ടോ, ചിത്രത്തിൽ കുറച്ച് ഉപകരണങ്ങളുണ്ടല്ലേ. ഇവയ്ക്ക് പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളിൽ നിന്നും എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉള്ളത്? ഇവയ്ക്ക് പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളിൽ നിന്ന് എന്തെല്ലാം വ്യത്യാസങ്ങളാണുള്ളത്? സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് ഇവ അല്ലെ. മറ്റേന്താണ്? മുന കുറഞ്ഞതായിരുന്നു അല്ലെ. ഇതിലെന്താണ്? മുന കൂർപ്പുള്ളതാണ് അല്ലെ. പ്രാചീന ശിലായുഗത്തെ തുടർന്ന് ഇത്തരം ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അല്ലെ. എന്താണ്? അതിനുശേഷം ഈ പ്രാചീന ശിലായുഗത്തിന് ശേഷം ഇത്തരം ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. ഈ കാലഘട്ടം എന്താണ്? മധ്യശിലായുഗം എന്നറിയപ്പെടുന്നു കേട്ടോ. മധ്യശിലായുഗത്തെ സൂക്ഷ്മശിലായുഗം, മൈക്രോളിത്തിക് ഏജും എന്നും വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? സൂക്ഷ്മശിലായുഗം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്, ഈ ഉപകരണങ്ങൾ മനുഷ്യർ എന്തിനെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടാവും? കമ്പിൽ കെട്ടി മൃഗങ്ങളെ വേട്ടയാടാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലെ. പിന്നെയോ കമ്പിൽ കെട്ടി മൃഗങ്ങളെ വേട്ടയാടാൻ പിന്നെ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും നോക്കാം. മധ്യശിലായുഗത്തിൽ വേട്ടയാടൽ വ്യാപകമായി. മധ്യശിലായുഗത്തിലാണ് വേട്ടയാടൽ വ്യാപകമായത് അല്ലെ. തൽഫലമായി പല ജീവികൾക്കും വംശനാശം സംഭവിച്ചു അല്ലെ. അത്തരത്തിൽ വംശനാശം സംഭവിച്ച ജീവിവർഗത്തിന് ഉദാഹരണമാണെന്ത്? മാമത്ത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഭക്ഷണത്തിന് പുതിയ ഉറവിടങ്ങൾ കണ്ടെത്തി. ഭക്ഷ്യയോഗ്യമായ പുല്ലുകൾ, ഡോൾഫിൻ, നീർനായ്, തിമിംഗലം, മത്സ്യങ്ങൾ തുടങ്ങിയവ അവർ ആഹാരമാക്കി. അപ്പം ചില മൃഗങ്ങൾക്കൊക്കെ എന്താ വംശനാശം സംഭവിച്ചില്ലേ. അതിന് ഉദാഹരണമാണ് എന്ത്? ഈ മാമത്ത്. ഈ കാലഘട്ടത്തിൽ എന്താക്കി? മനുഷ്യർ ഭക്ഷണത്തിന് പുതിയ ഉറവിടങ്ങളൊക്കെ കണ്ടെത്തിയില്ലേ. ഭക്ഷ്യയോഗ്യമായ പുല്ലുകൾ, ഡോൾഫിൻ, നീർനായ്, തിമിംഗലം, മത്സ്യങ്ങൾ തുടങ്ങിയവ അവർ എന്താക്കി? ഭക്ഷണമാക്കി അല്ലേ. മാമത്തുകൾ വീണ്ടും വരുന്നു. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആനകളുടെ കുടുംബത്തിൽപ്പെട്ട മാമത്തിനെ
ശാസ്ത്രലോകം ക്ലോണിങ്ങിലൂടെ പുനരുജ്ജീവിക്കാൻ ഒരുങ്ങുന്നു. സൈബീരിയയിൽ മഞ്ഞിനടിയിൽ നിന്ന് 2013 ലഭിച്ച മാമത്തിന്റെ ജീർണിക്കാത്ത ജഡം ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ ഈ ദൗത്യത്തിനൊരുങ്ങുന്നത്. ജഡത്തിൽ നിന്ന് ലഭിച്ച ദ്രാവകം രക്തമാണെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ദേഹം മുഴുവൻ രോമവും വലിയ കൊമ്പുകളുമുള്ള മാമത്തിനെ പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത്. ഫോസിൽ ശാസ്ത്രജ്ഞനായ ടോറി ഹെറിഡ്ജ് ആണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. ഓക്കെ, അപ്പം മാമത്തുകൾ എന്താണ് വീണ്ടും പുനർജീവിപ്പിക്കുകയാണ് അല്ലേ. ഇനി മധ്യശിലായുഗത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ പുരോഗതികൾ തന്നിട്ടുള്ള ചിത്രത്തിൽ നിന്ന് കണ്ടെത്തുക. മധ്യശിലായുഗത്തിൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ പുരോഗതികൾ എന്താണ് ചിത്രത്തിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, മധ്യശിലായുഗത്തിൽ എന്തൊക്കെയാണ്? സ്ഥിരവാസം ആരംഭിച്ചു, ദൂരെയുള്ള മൃഗങ്ങളെയും വേട്ടയാടാൻ സാധിച്ചു, വേട്ടയ്ക്ക് അമ്പും വില്ലും ഉപയോഗിച്ചു, നായയെ ഇണക്കി വളർത്തി, ഭക്ഷണം, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ പരസ്പരം കൈമാറാൻ തുടങ്ങി, മരത്തടികൾ കൂട്ടിക്കെട്ടി ജലയാത്രയ്ക്ക് ഉപയോഗിച്ചു. യൂറോപ്പിലെയും പടിഞ്ഞാറൻ ഏഷ്യയിലെയും വിവിധ രാജ്യങ്ങളിൽ നിന്നും മധ്യശിലായുഗ കാലഘട്ടത്തിൽ ജനജീവിതത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ യൂറോപ്പിലെയും പടിഞ്ഞാറൻ ഏഷ്യയിലെയൊക്കെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എന്താണ് ഈ മധ്യശിലായുഗ കാലഘട്ടത്തിലെ ജനജീവിതത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ബാഗോർ, രാജസ്ഥാൻ, ആദംഗഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പം മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ എവിടെ നിന്നൊക്കെയാണ് ലഭിച്ചത്? രാജസ്ഥാനിനും മധ്യപ്രദേശിനും അല്ലേ. രാജസ്ഥാനിലെ ബാഗോർ എന്ന് പറഞ്ഞ സ്ഥലത്തും അതുപോലെ മധ്യപ്രദേശ് ആദംഗഡ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് എന്താക്കിയത് മധ്യശിലായുഗത്തെ സംബന്ധിച്ച് തെളിവുകൾ ലഭിച്ചത്. ഇനി പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യ ജീവിതത്തെ മധ്യശിലായുഗത്തിലെ മാറ്റങ്ങളുമായി താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതുവരെ എടുത്ത ഭാഗം നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. അടുത്ത നവീന ശിലായുഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ നമ്മൾ എടുത്ത എന്തൊക്കെയാണ് മധ്യശിലായുഗം അത് എടുത്തില്ലേ, അതിലെന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇനി അടുത്ത വീഡിയോ ടീച്ചർ അടുത്ത ഭാഗത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.